ഒരിക്കലും മാപ്പ് കൊടുക്കരുത് കേട്ടോ. ഇവൻ ഈ ജാൻമണിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അവരെ ഒന്നും അങ്ങനെയൊന്നും പറയരുത്. ഏതൊക്കെ രീതിയിലാണ് ഇവൻ പറഞ്ഞത്? അപ്പം അങ്ങനെ ഒരിക്കലും പറയരുത്. പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഈ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇവന് വായിത്തോന്ന് എന്തും പറയാന്നുള്ളതാണ്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് മാപ്പും ചോദിക്കും. ഇവൻ മനസ്സിലായി ഇരിക്കാൻ പറ്റുന്നില്ലെന്ന്. ആളുകളെല്ലാം ഇളകി. ഇവൻ പറഞ്ഞതിനോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇവനിരുന്ന് വെച്ചത്. ഇവനീ വായിത്തോന്നു പറഞ്ഞിട്ട് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തിൽ വേണ്ടേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സമരം ഉണ്ടാകുമ്പോൾ സമരത്തിനെ അനുകൂലിച്ച അല്ലെങ്കിൽ പ്രതികൂലിച്ച വർത്താനം പറഞ്ഞു, അല്ലാതെ പ്രധാനമന്ത്രിനെ അധിക്ഷേപിച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത്. ഇവന് പണ്ട് മുതൽ ഇവന് ഒരു എല്ല് കൂടുതൽ. എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ എം സോ സോറി. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചാൽ നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല. സോ എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു.